ഹായ്, നമസ്കാരം. ഈ മാസം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയിൽ ഒന്നായിരുന്നു റായൻ. തമിഴ് ചിത്രമായതുകൊണ്ട് തന്നെ ഒത്തിരി പ്രതീക്ഷ റായനിലുണ്ട്. ധനുഷിന്റെ 50ാമത്തെ ചിത്രം, അതുപോലെ തന്നെ ധനുഷ് സംവിധാനം ചെയ്തെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. എന്തായാലും റായൻ കണ്ടു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കണ്ട എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. അപ്പം നേരെ റായനിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ്. എല്ലാവർക്കും അവരവർക്ക് കിട്ടിയ ക്യാരക്ടറും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം അപർണ ബാലമുരളി, അതുപോലെ തന്നെ റായന്റെ സഹോദരിയായിട്ട് അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്. സൂപ്പറായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാളിദാസ് ജയറാം, പിന്നെ സന്ദീപിനൊന്നും വലിയൊരു സംഭവമൊന്നുമില്ല, പക്ഷേ എങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സെൽവരാഘവൻ, ധനുഷിന്റെ ചേട്ടനെ സെൽവരാഘവൻ സൂപ്പറായിട്ട് തകർത്താടിയിട്ടുണ്ട് പടത്തിൽ. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടാൽ അറിയാം, അദ്ദേഹത്തിന് ഏത് കഥാപാത്രം കിട്ടിയാലും സൂപ്പറായി തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും കൂടെയാണ് സെൽവരാഘവൻ. ഒരു നിസ്സാര രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരാളോടാണ്, വലിയ കൂളിംഗ് ആയി തന്നെ. അപ്പോൾ എന്തായാലും സിനിമയുടെ ഒരു വൺ ലൈനിലേക്ക് വരാം. വേറൊന്നുമല്ല, സിനിമയിൽ റായന്റെ ഫാമിലിയിലൂടെയാണ്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സഹോദരനും ഒരു സഹോദരിയും ഒന്നിക്കുന്ന ഒരു ചെറിയൊരു ഫാമിലി. അവരൊരു അതായത് ഒരു ഹോട്ടൽ പോലെ ചെറിയ സംഭവം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലുള്ള വരുമാനത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഇടയ്ക്ക് ചില കൊട്ടേഷൻ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ രണ്ട് സഹോദരങ്ങൾക്ക്. അത് കാളിദാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രവും അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് കൃഷ്ണയെ അവതരിപ്പിക്കുന്ന കഥാപാത്രവും രണ്ട് ബ്രദേഴ്സായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇവരുടെ ഇടയിൽ വരുന്ന ചില പ്രശ്നങ്ങളെയാണ്, അതായത് ഇവരുടെ ഇടയിൽ വലിയൊരു പ്രശ്നം നടക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറിയും കൂടെയാണ് റായനെ സംബന്ധിച്ചിടത്തോളം ധനുഷിന്റെ മുൻ ചിത്രങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രകടനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ഒരു മുട്ടയൊക്കെ അടിച്ച്, അതായത് ഒരു മെയിൻ വില്ലൻ്റെ ഒരു ലുക്ക് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു വില്ലന്മാരുടെയൊക്കെ ലുക്കാണ് നമ്മുടെ ധനുഷിന്. എന്തായാലും അത് സൂപ്പറായി തന്നെ അദ്ദേഹം പെർഫോം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അപർണ ബാലമുരളിയെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ് ജെ സൂര്യയുടെ കാര്യം എടുത്തു പറയാം, സൂപ്പറായിട്ട്. അതായത് പുള്ളി എന്ത് കഥാപാത്രം കിട്ടില്ല എടുത്തങ്ങ് ആറാടുന്ന ആളാണ് ഈ എസ് ജെ സൂര്യ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രം സൂപ്പറായിട്ട് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, AR റഹ്മാൻ്റെ മ്യൂസിക്കാണ്. എന്തായാലും മ്യൂസിക് ഇച്ചിരി സൂപ്പറായിട്ടുണ്ടായിരുന്നു. കാരണം AR റഹ്മാനാണ് ഈ മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നല്ല രണ്ട് പാട്ടുകൾ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന. അതായത് ഈ അടങ്കാത അസുരൻ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട് ഇതിനകത്ത്. അത് സൂപ്പറാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സോങ് കൂടിയാണ്. ആ ഒരു സോങ് സൂപ്പറായി തന്നെ അത് വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ചിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സ്റ്റോറിയാണ് നമ്മളെ വലിയ രീതിയിൽ മുഷിപ്പിക്കുന്നത്. കാരണം സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് ശീലിച്ച അതേ ക്ലീശ സാധനം തന്നെയാണ് അവരെടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് ഒരു ചെറിയ ഫാമിലി നടക്കുന്നത് ഇഷ്യൂ ആണ്. അതായത് നമ്മൾ നേരത്തെയും ഇതുപോലുള്ള കഥകൾ തമിഴിലും തെലുങ്കിലും ഒക്കെ കണ്ടുവരുന്നത് തന്നെയാണ്. പക്ഷേ മേക്കിംഗ് രീതിയിലാണ് ഈ ഒരു സിനിമ സൂപ്പറായിട്ടുള്ളത്. സ്റ്റോറി ബേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കണ്ട സാധനം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ക്ലൈമാക്സ് ഒക്കെ രംഗങ്ങളൊക്കെ സൂപ്പറായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. കാരണം ആ ക്ലൈമാക്സ് രംഗങ്ങളിൽ കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. എന്തായാലും സിനിമ കണ്ടു തന്നെ അറിയുക. പിന്നെ ധനുഷിൻ്റെ, അതായത് ഞാൻ നേരത്തെ എടുത്തു പറയുന്ന പോലെ ധനുഷിൻ്റെ ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. അതായത് അവസാന രംഗമൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണടച്ചു, ഒരു വെട്ടി കീറി കൊല്ലുന്നതൊക്കെ സീനാണ്. മൊത്തത്തിൽ അടി കുത്ത് വെട്ടൊക്കെയാണ്. അത്തരത്തിലുള്ള സിനിമകൾ കാണുന്നവർ മാത്രമേ ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാവുള്ളൂ. അല്ലാത്തൊരു വയലൻസ് ഉള്ള സിനിമകൾ കാണാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുത്തില്ല ഈ ഒരു സിനിമ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള, അതായത് സോങ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് AR റഹ്മാന് വലിയൊരു കൈയടി ഒന്ന് കൊടുക്കുക. പിന്നെ ധനുഷും ഇതിനകത്ത് ഒരു പാട്ടിനകത്ത് ധനുഷും പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സിനിമാറ്റോഗ്രാഫി ചെയ്ത ഒരു പുള്ളി സൂപ്പറായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രകാശോ അങ്ങനെ കാണും, CO പ്രകാശ് എന്നങ്ങാണ് അദ്ദേഹത്തിൻ്റെ പേര്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു എൻജോയ്മെൻ്റ് ആണ് പടം. 2.5 മണിക്കൂറും കാണുന്ന ആളെ അത്യാവശ്യം രീതിയിൽ നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുത്താൻ പറ്റാവുന്ന ഒരു തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരക്കഥ വാല്യൂ ചെയ്യുന്നില്ല, കാരണം തിരക്കഥ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നതാണ്. പക്ഷേ മേക്കിംഗ് രീതി വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുത്താൻ പറ്റിയ ഒരു മേക്കിംഗ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സിനിമകൾ, അതായത് ഇത്തരത്തിലുള്ള ബേസിക്കലി ഇത്തരത്തിൽ സിനിമകൾ കാണുന്നത്, വെട്ട് അടി കുത്ത് അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാം. എന്തായാലും റായൻ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. 2-3 സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഉടൻ തന്നെ റിവ്യൂ ഒക്കെ വരും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ റായൻ എന്ന ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം
നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.